കരിഞ്ഞു പോയി ഗൈസ്. ഹലോ, അപ്പൊ നമുക്കിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഫ്രൈഡ് ചിക്കൻ പരീക്ഷണമാണ്. അപ്പൊ ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ബ്രദർ വേഴ്സസ് സിസ്റ്റർ ഏറ്റവും അടിപൊളിയായിട്ട് ആര് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോണേ. ഇതിന് പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ കിച്ചണിൽ കയറിയിട്ടില്ല. എനിക്കാണെങ്കിൽ ആകെ ഓംലേറ്റ് നൂഡിൽസ് മാത്രമേ ഉണ്ടാക്കാം. നിനക്ക് ഗ്യാസ് സ്റ്റവ് ഓണി അറിയണ്ടില്ലല്ലോ. യൂട്യൂബ് ഒരു വട്ടം പഠിച്ചു. ഗ്യാസ് സ്റ്റവ് ഓണി പഠിച്ചിട്ടുണ്ട് യൂട്യൂബ്. ചായ ഓംലേറ്റ് ഉണ്ടാക്കാറിയാം. അപ്പൊ നമുക്ക് എന്താവോ എന്തോ കണ്ടോക്കാം. അപ്പൊ നേരെ വീഡിയോയിൽ കിടന്നാലോ. ആരംഭിക്കാം. കൊളാവോ ഇല്ലേന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. തുണ്ട് പാലെടുക്കാല്ലേ? തുണ്ട് കുറച്ച് വിനാഗിരി ഒന്നും എത്ര എടുക്കണ്ടേന്ന് അറിയില്ല. എന്റെ ഒരു ഊഹം വെച്ചിട്ട് ശരിക്കും ചെയ്യണ രീതി ഞാൻ കണ്ടിട്ടില്ല. ഇവനാണ്ട് ചിക്കൻ ആദ്യം പറയണം മസാല ഉള്ളി പിടിക്കാനായിട്ട്. ഇത് കണ്ടത് തന്നെ മനസ്സിലാവും ഞങ്ങക്ക് ഉണ്ടാക്കറിയില്ല. ചിക്കൻ മുറിക്കണേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ തുടർന്ന് അതിൻ്റെതായ എല്ലാം ഉണ്ടാവും. എന്നിട്ട് മിക്സ് ആക്കണ്ടേ? അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് തികയില്ല. ഒരു 3 കുറച്ചും കൂടി ഇട്ടോ കൊടുത്തു. ഞാൻ തന്നെ ജയിക്കും ലാസ്റ്റ്. ഇല്ല ഗൈസ്, എൻ്റെ ഒരു വെറൈറ്റി പരീക്ഷണമാണ്. അപ്പൊ ഞാൻ തന്നെ ജയിക്കുള്ളൂ. ടേസ്റ്റ് എൻ്റെ ഉണ്ടാവും. എല്ലാം ഭയങ്കര കുറച്ച് ഓവറാണ് ഫുഡിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇടാല്ലേ? ഞാൻ വീണ്ടും തുണ്ട് പാല് എടുക്കുകയാണ്. പാല് തീർക്കട്ടെ, എനിക്കും കുറച്ച് വേണം. ഇത് ഇത്രയും പാല് ഞാൻ തുണ്ടെടുത്തിട്ടുള്ളൂ. എനിക്ക് നല്ല സ്പൈസിയാണ് ഇഷ്ടം. അത് കാരണം ഞാൻ കുറേ കൂടി തോന്നുന്നു. നിന്റെ ഇഷ്ടം നോക്കണ്ട. ഇവിടെ ചാലഞ്ച് ചെയ്യുമ്പോൾ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. എന്റെ കൈപ്പുണ്യം എല്ലാവർക്കും ഇഷ്ടം. ഇങ്ങനെ വെട്ടുക. അപ്പൊ ഞാൻ അല്ല ആദ്യം ഇങ്ങനെ വരഞ്ഞു വെക്കാൻ പോകട്ടോ. നീ കുളിപ്പിക്കേ മസാല നന്നായി പിടിക്കണ സുന്ദരനാക്കണം. എന്റെ കണ്ട കളറ് പൊറോട്ട അടിക്ക്. ടേസ്റ്റ് ഉണ്ടായി പോരെ. ഇപ്പൊ കാണുന്നില്ല, നോക്കണ്ട. കൈ കഴുകിയായിരുന്നോ? അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിലൊക്കെ നമ്മൾ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക. നോക്കിയാ നീ ഒരിടത്ത് ഏതാണ്? കണ്ട ഏതാ കാണാൻ ഭംഗി ഗൈസ്? അടക്കളയൊരു ശീലല്ലേ? നോക്കിക്കോ. തേച്ച് സത്യസന്ധതായിട്ട് പറയണം കേട്ടോ ജഡ്ജസ്. പ്ലീസ്. ഇങ്ങനെ പച്ചക്ക് തിന്നോത്താക്കി നോക്കാൻ പാടൂ. നല്ല ടേസ്റ്റ്. അപ്പൊ ഗായ്സ്, അപ്പൊ ഇത് നമുക്ക് 1/2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാട്ടാ. ആരുടെയാ ഭംഗിയെന്നൊന്ന് സൂക്ഷിച്ചു കൊണ്ടോ നിങ്ങൾ? ഇല്ല ഗായ്സ്, നിങ്ങൾ കണ്ടു പറയൂ. ടാടാ. എന്റെ ഏട്ടാ കാണാൻ കുട്ടപ്പനായിട്ടിരിക്കണ ഒരു കാര്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ തന്നെ. നെക്സ്റ്റ് സ്റ്റെപ്പ് മറ്റേതവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിന്റെ അടുത്ത ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിട്ട് നമുക്ക് സെറ്റാക്കാം. ഇവനൊന്നും അറിയില്ല കേട്ടോ. ഞാനപ്പൊ അത് പറഞ്ഞു കൊടുത്തത്. നിക്കങ്ങട് കുറച്ച് അടിയണം മതിന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഓട്സ് കുടിക്കണം. ചേട്ടനാ ഇതൊക്കെ പറഞ്ഞായിരുന്ന? എനിക്ക് 2 വലിയ മുട്ട എടുക്കുന്നുണ്ട്.
ഇതാദ്യം പൊടിക്കുക കേട്ടോ. ബേബി ഒരു ടെക്സ്ചർ കിട്ടും ചിക്കൻ. അതൊക്കെ വെറും ഷോ. എനിക്കുണ്ട് ഇതിന്റെ സൈസ് ഉണ്ട് കുറെ കറിയാണ്ട. നീ എന്നാണ് ഗ്യാസ് സ്റ്റവ് പണിയാൻ പഠിച്ചത്? കണ്ട എങ്ങനെ കറക്റ്റ് ഇങ്ങനെ എനിക്ക് പൊട്ടാണ്ട് പൊട്ടി അറിയോ? കണ്ട കണ്ട കണ്ട. അയ്യോ നമ്മളത് പറഞ്ഞ KFC സ്റ്റൈലാണ് ഉണ്ടാക്കണേന്ന്. ഇത് SFC സഞ്ജു ഫ്രൈഡ് ചിക്കൻ. നീ MFC ആക്കിക്കോ, മാളു ഫ്രൈഡ് ചിക്കൻ. മാളു എന്നുള്ള പേര് അവർക്ക് അറിയില്ല. ശ്വേത വ്ളോഗ്സിന്റെ ഒഫീഷ്യൽ നെയിമാണ് മാളു. അടുത്തത് നമ്മള് ഉപ്പിടണം. ഇതിൽ ഉപ്പിടണ്ടേ? ഞാൻ കുറച്ച് മൈദ പൊടി യൂസ് ചെയ്യണം. മെയിനായിട്ട് ഓട്സ് ആണ് ഇതിൽ യൂസ് ചെയ്യണം. അത് മൈദ അത് മൈദയില്ല. മൈദ സോറി, കടലമാവ്. അപ്പൊ നമ്മള് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്താൽ കുറച്ച് ക്രിസ്പി ആയിരിക്കും അല്ലേ? അതിനല്ല ക്രിസ്പി ആയിരിക്കല്ലേ സാധനം. അത് കൂടുതൽ ആഡ് ചെയ്താൽ സൂപ്പർ കൂട്ടോ. നീ കൂടുതൽ ആഡ് ചെയ്തോടാ, കൂടുതൽ ആഡ് ചെയ്തോ. അതെ കൈ എരിയോ സാധനം? എന്റെ കൈയൊക്കെ എരിയണ്ടിട്ടാ. ഒരു ഇതൊന്ന് പിടിക്കൂ. കിട്ടിയില്ലേ കിട്ടിയില്ല. അയ്യോ കിട്ടണില്ല. ഭാര്യ കൂടെ ഇട്ട് അത്ര മതിട്ടാ. ഇതെന്തോ ഒരു അപാകത കേട്ടോ ഈ മാവ് കാണുമ്പോ. പഴം വരി ഇതെന്തിനാ അപാകത? അമ്മ ഒന്ന് പറഞ്ഞുതരോ? ഞാൻ പറഞ്ഞില്ലേ ചിക്കന്റെ ഭംഗി നോക്കണ്ട. നീ ഈ സാധനം നമ്മള് വൃത്തിയിടണോ? വൃത്തിയിടണോ? മുക്കി കയറി പോയിട്ടുണ്ട്. അയ്യോ അയ്യോ കൂടി പോയി. കുറച്ച് കളയട്ടെ. അയ്യോ എന്താ കൂടി നമുക്ക് തുണ്ട് ഓട്സും പൊടിച്ചു കൊടുക്കാം കേട്ടോ. തുണ്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ലാസ്റ്റ് ഞാൻ ഇടും. ചിരിക്കണേ, എന്തെങ്കിലും തെറ്റുണ്ടമ്മ ഞാൻ ചെയ്യണത്? പറഞ്ഞാട്ടാ, കൊഴപ്പൊന്നുമില്ല പറഞ്ഞ. ഞാൻ എന്തായാലും കുഞ്ഞി ഇത് മനസ്സിലാണോ നിങ്ങൾ ഓർത്തോളോ? ഫസ്റ്റ് തന്നെ ഫ്ലോപ്പായി. അപ്പോ കൊറേ നേരം പരിശ്രമത്തിന്റെ ഒടുവിൽ എന്റെ മിക്സ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നു. കുറച്ച് പാലിരിക്കുന്നു. എന്തൊരു കുറവുള്ള പോലെ ഉപ്പ് ആഡ് ചെയ്താ. ഇത് നീ എങ്ങനെ തേക്കാൻ പോണ ഇതില്? നീ കണ്ടോ? ഓരോ ചിക്കൻ ആയിട്ട് നമ്മൾ എടുക്കുക. അയ്യോ 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 പോയി പോയി. ഇവനെ കൊണ്ട് പാലും വെള്ളം വിട്ടാ ഇപ്പൊ. അപ്പൊ ഇത് നോക്കിയ നമുക്കിനി ഇതിലേക്ക് തേച്ച് കൊടുക്കാട്ടോ. എന്റെ ഇപ്പൊ സെറ്റ് ഔട്ടപ്പോ കഴിയും. ഒരു മിനിറ്റ് അരമണിക്കൂർ പിടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണോ? അങ്ങനെ വേണോ? അരമണിക്കൂർ പിടിക്കാം. ഈ രണ്ടെണ്ണം നമുക്ക് അരമണിക്കൂർ പിടിക്കാം. എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാട്ടാ. അരമണിക്കൂർ ചിക്കൻ കൈ നന്നായി എല്ലാ മസാലയില് ചേർന്നുണ്ടാവും. ഇനി അടുത്ത പരിപാടി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞാനപ്പോ ഇത് വീണ്ടും ഇതിലേക്ക് വീണ്ടും മിക്സ് ചെയ്യണം. ഇതിന് ഞാൻ ഒരെണ്ണത്തിന് സെപ്പറേറ്റ് മാറ്റി വെക്കട്ടെ, കാരണം എനിക്ക് ഇത് രണ്ടും മാജിക് തുടങ്ങാൻ പോണേ. ഞാൻ ഈ ഒരു കൊലഞ്ഞിരിക്കുന്ന ചിക്കൻ KFC ആവാൻ പോണത്. സോറി SFC. മാവ് കൂടിയ ഞാൻ അടുത്തത് നീ ചേട്ടാ ഭംഗിക്കാണ് കുറച്ച് ഓട്സ് ചേർത്ത് ചിക്കൻ ബോക്സ്. എന്നിട്ട് നീ ആക്ക് വെള്ളത്തില് മറ്റേ ചിക്കൻ മുക്കിയ പോലെ ഇപ്പൊ നീ മുക്കടാ. എന്റെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ 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 തേച്ചങ്ങോട്ട്
പിടിപ്പിച്ച് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട് കുറച്ചേരം. അപ്പോഴേക്കും നിങ്ങൾ ഇവന്റെ കണ്ടിട്ട് വരും, എന്നിട്ട് പൊട്ടത്ര കാണിക്കണേ കണ്ടിട്ട് വരും. ഇതിപ്പോ കാണുമ്പോ നിങ്ങൾക്ക് കൊതി വരുന്നത് എന്റെ തിന്നാനല്ലേ. ഇവനെന്തോ പോലെ ഉണങ്ങിയിരിക്കണ ചിക്കൻ എന്തോ വെച്ച പോലെ. അയ്യോ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഞാൻ മറന്നു. ഇനി ഇത് മാറ്റി വയ്ക്കും. നമുക്ക് കൈ കഴുകി വന്നിട്ട് ഓട്സ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതിനെ മുക്കി എടുക്കാം. എന്നിട്ട് അത് മുക്കി കുറച്ചേരം ഇങ്ങനെ വെക്കുക. അല്ലെങ്കിൽ അത് ഇങ്ങനെ 10 മിനിറ്റ് ഇരുന്നോട്ടെ. എന്റെ സൂപ്പർ ആവാൻ പറ്റും. കുറച്ച് ഉപ്പ് കൂടിപ്പോയാ നക്കിക്കടാ. ഇല്ല ടേസ്റ്റ് ചെയ്താ അമ്മ കിടന്ന കുറച്ച് ടേസ്റ്റ് ചെയ്യാം. റിയാക്ഷൻ ഗുഡ് ലക്ക്. ഇല്ലാട്ടെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. കുറച്ച് ഉപ്പ് കൂടിപ്പോയി. പക്ഷെ ഉണ്ടല്ലോ വറുത്ത് വരുമ്പോ ആ നമ്മളെ തിന്നണേന്റെ ഇടയിൽ അത് സെറ്റ് ആയിരിക്കും. എരിവും സെറ്റാണ്, എന്റെ ഉപ്പും സെറ്റാണ്. ഈ നാളങ്ങോട്ട് പോകാനുള്ളത്. മസാല പിടിപ്പിച്ച ചിക്കൻ നിനക്ക് കയ്യേരിയണില്ലേ? എനിക്ക് നല്ല കയ്യേരിയണു. എന്നിട്ടത് കുളത്തിലിട്ടിട്ട് ചിക്കനെ മുക്കിയെടുക്കുക, വെള്ളത്തിൽ ചിക്കൻ മുക്കിയെടുക്കുക, എന്നിട്ട് അതിങ്ങനെ ആക്കുക. ഒരു തടി പോലും ഇല്ല. എന്റെ ചിക്കന്റെ തടി നോക്കിയ നോക്ക്, എന്റെ ചിക്കന്റെ തടി നോക്കി. നിന്റെ മാവൊന്നുമില്ല. ഞാൻ എന്റെ മുക്കുമ്പോ കണ്ടോട്ടാ, എന്റെ മുക്കുമ്പോ സെറ്റ് ആയിരിക്കും. കണ്ട എന്റെ അല്ലേ തടിച്ചിരിക്കണ. ഇവനെ കഴുകിയെടുക്കുക. ചിക്കൻ നേരത്തെ മസാല തേപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ അവ കഴുകിയെടുക്കുക. അല്ലല്ല അല്ലല്ല നമ്മളിങ്ങനെ നന്നായിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തിരികെ വെക്കുക. ഉള്ളിലൊക്കെ ഇങ്ങനെ ഓട്സ് തിരികെ വെക്കുക. ഓട്സ് മൊത്തം ഞാൻ എടുക്കാം. സൂപ്പറായിണ്ട്. നിനക്ക് തിന്നാൻ തോന്നില്ലടാ. നോക്കിയ അമ്മ സൂപ്പറായില്ലേ? ഓ ഇതെങ്കടഞ്ഞ് മാറ്റി വയ്ക്കുക, അതിൽ മാറ്റി വയ്ക്കുക. എന്റെ നല്ല ക്രിസ്പിനെസ് ഒക്കെ അടിക്കുമ്പോ സൂപ്പറായി പോണം. ഇവന്റെ എല്ലാം പൊടിച്ചൊരു ചിക്കന് വ്യത്യാസം കാണിച്ചു. ഇതാണ് ശരിക്കും ചിക്കൻ ബോക്സ്. ഇല്ല ഇത് നല്ല തടിച്ചിട്ടുണ്ട്, പക്രുവായിട്ടിരിക്കണം. അത് മെല്ലിഞ്ഞ് ഉണങ്ങി എന്തോ ഉണക്കരോഗം വന്നിട്ട് ഇരിക്കണം. കുഷ്ഠരോഗം വന്ന ചിക്കന ഗൈസ്. അപ്പൊ ഞാൻ നല്ല ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെക്കുക. മസാല തേച്ച ചിക്കൻ ഇങ്ങനെ എടുക്കുക, കുറച്ചും കൂടി ഓടിച്ചെടുക്കുക, പിന്നെ നേരെ കൂടി ഇങ്ങനെ ഇടുക. വാവ്. അപ്പം ഞാൻ വറുക്കാൻ പറ്റട്ടെ? എനിക്ക് സിംഗിൾ കോട്ടേജ് ഞാൻ ഡബിൾ കോട്ടിംഗ് ചെയ്യാൻ പോണത് നമ്മുടെ ചിക്കൻ. ഇതില് മുക്കിയിട്ട് ഇതില് ഫുൾ അരിപ്പൊടി മാത്രമുള്ളതെന്ന്. അല്ല സോറി മൈദ മാത്രമുള്ള. എന്റെ കഴിഞ്ഞു. എനിക്ക് പരിപാടികൾ ഒരു ചെറുനാരങ്ങ കൂടി ഉണ്ടെങ്കിൽ ഇതിന് മേലെ ഇങ്ങനെ ടേസ്റ്റ് കൂടുതലോ? ഒരു കാര്യം ചെയ്യാം, എന്റെ കൊളാക്കാൻ നോക്കാണ്. ആ കൈ നല്ല എരിയുണ്ട്. മുളക് പൊടി എടുത്തിട്ട് നിനക്ക് എരിയണമെന്നില്ലേ? എന്റെ ഭയങ്കര സെൻസിറ്റീവ് കൈയാണ് ഗൈസ്. അത് മുളക് പൊടി കൂടിയിട്ടല്ലേ ഇതിപ്പോ കൈയിലേക്ക് പിടിക്കുമ്പോ എരിയിട്ട് ഇപ്പൊ വായിലേക്കുമ്പോ എങ്ങനെയാ അവസ്ഥ? നിങ്ങളെ ടേസ്റ്റ് ചെയ്യാൻ പോണെ. ഓൾ ദ ബെസ്റ്റ്. ഡബിൾ കോട്ടിംഗ്. സിമ്പിൾ ആയിട്ട് ഇനിയിപ്പോ ഡീപ് ഫ്രൈ ചെയ്യാം ചിക്കൻ. പരിപാടി ഒരെണ്ണുള്ള കാരണം ആദ്യം ഇവൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഇവന്റെ കോൺഫിഡൻസ് മൊത്തം കളയാനായിട്ട് ഞാൻ സൈഡിൽ നിൽക്കാം. മെല്ലെ മെല്ലെ വെച്ചാ മതി. അവിടെ വെച്ചു കൊടുക്ക്. ഇട്ട് വേഗം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേഗം എവിടെ കയ്യില്
ഇതാണ് ഗൈസ്, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്ക സൈഡിൽ വേണം. ഒന്നും അറിയില്ല. കരിഞ്ഞു പോയി ഗൈസ്. അയ്യേ വലിയ ഷോ കാണിച്ചാണ് ഗൈസ്. വലിയ ഷെഫാണെന്ന് വിചാരം. ചെറുതായിട്ടൊരു ചിക്കൻ ഫ്ലോപ്പായി. ഈ ചിക്കന്റെ ഭംഗി നോക്കണ്ട കേട്ടാ. ഇത് കരിഞ്ഞതാണ്, വേറെ ഒന്നല്ല. ആ കഴിഞ്ഞൊരു പീസ് മാത്രം, ആ ഒരു പീസ് മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ചിക്കൻ അതതില്ല. അങ്ങനെ മെല്ലെ ചീട്ടാ, ഞാൻ ഇവിടെ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടേ. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അമ്മേനെ സഹായിച്ചിട്ട്. ചിക്കനൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ വറക്കണം കേട്ടാ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. ഇതന്നെ ആദ്യം അടിപൊളി. എൻ്റെ കൈക്ക് നല്ലൊരു കൈപ്പുണ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക്. പിടിച്ചോറി. അപ്പൊ എനിക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഗൈസ് ഇനി എന്റെ ഊഴമാണ്. എന്റെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഓ കൈപ്പൊള്ളി. അതിട്ടരൂ, അമ്മ ഇട്ടരൂ, അതിട്ടരൂടാ. കണ്ട എന്റെ കരിയാണ്ട് കിട്ടിയത് കണ്ട്. പൊട്ടി കൊടുക്കൂ. വാവ്. അയ്യോ എന്റെ ഇപ്പൊ എന്താ പ്രശ്നമുണ്ട് ഗൈസ്. എന്റെ ഇപ്പൊ പിടിച്ചോടാ ഞാൻ നക്കല്ലേ പിടിച്ചോ. അയ്യോ അപ്പൊ ഗായ്സ് അതിസാഹസകമായിട്ട് നമ്മളിത് എടുക്കാൻ പോവുകയാണ്. എന്റെ കയ്യാ പോവാ. ഹെൽമെറ്റ് എങ്ങനെയുണ്ട്? അത് കാണിച്ചു. ആ എണ്ണ മൊത്തം പറ്റി. അമ്മ ഇടയില് ഇടല്ല ആദ്യം വെച്ചിട്ട്. അയ്യോ ഓടിക്കോ. Wow, super, fantastic. ഇവളുടെ കണ്ട മാംസത്തിനായിട്ടും കൂടുതൽ കുശുമ്പ് കാരണം പലതും പറയും. നിങ്ങൾ കാര്യാക്കണ്ട. ചിക്കൻ ബോക്സ് ഒരു മിനിറ്റ് ഗായ്സ്, എന്റെ ഇതിലേക്കല്ലായിരുന്നു. നാച്ചുറൽ വൈബ് KFC. ഏതൊരു KFC ഇതാണ് എന്റെ ചിക്കൻ.
ഇതാണ് ഗൈസ് എന്റെ ഇതിന്റെ പേര് SFC. ഇത് KFC. ഓക്കേ ഇത് പറയാന്താന്ന്. ഓക്കേ ടേസ്റ്റ് ജഡ്ജീസിനെ വിളിച്ചാൽ നമുക്ക് ജഡ്ജീസ് പറയാതെ നമ്മുടെ അച്ഛനും അമ്മയാണ്. ഞാൻ അവരെ വിളിക്കും. ഞാൻ അവർക്ക് ഇതാണ് അവര് വയറൊക്കെ എന്തെങ്കിലും പറ്റും ഫുഡ് പോയ്സൺ വരെ അവൾക്ക് ബാത്റൂം സെറ്റ് ആക്കി വെച്ചോ ഗൈസ്. എന്റെ ചിക്കൻ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാൻ ടേസ്റ്റ് ചെയ്യാൻ. എന്താ പറ്റിയ ഒന്നുകൂടി എണ്ണ വാർത്തിട്ട് എടുത്തോളൂ കേട്ടോ. നല്ല ഇതായിട്ട് വെന്തിട്ട് നിനക്ക് അസൂയ. കുഴപ്പമില്ല. ഇനി മോൻ്റെ നോക്കട്ടെ. ഇല്ല കേട്ടാ നോക്കി ചൊക്കില് പിടിച്ചതൊക്കെ സത്യം പറഞ്ഞല്ലേ എന്തോ അടിപൊളി അവന്റെ ആണോ? രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് കൂടുതൽ ഒരു കടിക്കാനുണ്ട് ഓട്സിന്റെ. ഇത് പക്ഷെ വേറൊരു ടേസ്റ്റ്. കഴിഞ്ഞ ഭാഗം എടുത്ത് കാണിക്കില്ല. ഇത് കടിച്ചു നോക്കിയ അതല്ല കുറച്ച് ഹോട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് എന്നെ പോലെ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടും എനിക്കിഷ്ടായി. രണ്ടും നന്നായിട്ടുണ്ട്. ആദ്യം കടിച്ചപ്പോ മുകളിലെ ചെറിയൊരു ഉപ്പ് കൂടുതൽ തോന്നി, പക്ഷെ വലിയ കുഴപ്പമില്ല. ഫുള്ള് കഴിച്ചപ്പോ എനിക്ക് ഇഷ്ടമായി ചെയ്ത കൂടുതൽ ഇതല്ല ടേസ്റ്റ്. ഇല്ല അങ്ങനെയല്ല, രണ്ടാളുടെയും എനിക്ക് ഇഷ്ടമായി. രണ്ട് തരത്തിലിഷ്ടം. സൂപ്പർ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നിങ്ങളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അടിപൊളി സൂപ്പർ ചിക്കൻ കാണാനുള്ളത്. ടേസ്റ്റ് എന്തായാലും എന്റെയാണ്. അല്ല കേട്ടോ എന്റെയാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറ്റിയെങ്കിൽ തന്നേനെ. പക്ഷെ രണ്ട് ടേസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്നാലും ഞാൻ മാവ് അതേപോലെ ഇട്ടിട്ടുണ്ടല്ലോ, അത് കാരണം പിന്നെ അങ്ങനെ ഉണ്ടാവും. ഞാൻ വെള്ളത്തിൽ മിനിമലിസ്റ്റ് ആയിട്ട് ചെയ്യണം നമ്മൾ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇവിടെ കൊണ്ടെല്ലാം ഓവറാക്കി കണ്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ? ഞങ്ങള് സ്വന്തമായിട്ട് തിന്നോക്കാൻ പോകും. ഇത് എന്റെ തന്നെയാണ്, ഇത് അവന്റെ. അപ്പൊ എന്തായാലും സക്സസ് ഉണ്ട്. എന്റെ മാത്രം എന്റെ അടിപൊളി. എന്റെ നീ തിന്നോക്ക ആദ്യം സ്വന്തം. ഞാൻ എന്റെ ആദ്യം സോസിൽ മുക്കിയിട്ട് സോസിലാണ് എന്റെ അടിപൊളിയാണ്. ഞാൻ നിന്റെ ടേസ്റ്റ് കിട്ടാ ഒരു അഭിനയിക്കല്ലേ എന്റെ സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത്. ഞാന് ആദ്യമായിട്ടാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു കുക്കിംഗ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നിങ്ങൾക്കും ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനും കടിച്ചോ തിന്നാ. അപ്പൊ തിന്നു കഴിഞ്ഞിട്ട് കാണാം. ബൈ. അപ്പൊ ഗായ്സ് തിന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബായ് പറയാൻ വരട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഇഷ്ടമായി. കുറ്റം പറയാൻ അത്ര ഞങ്ങൾ ആദ്യമായിട്ടില്ല ഉണ്ടാക്കണം, അത് കാരണം രണ്ടും മോശം എന്ന് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കണ ആയാലും അത്യാവശ്യം രണ്ടുപേരുടെ സൂപ്പർ ആയിട്ടുണ്ട്. അല്ല എന്റെ ആട്ടാ. അപ്പൊ ഗായ്സ് അപ്പൊ ഇനി ഇങ്ങനത്തെ ചലഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞോളോ. അപ്പൊ ഞങ്ങൾ ഇനിയും ഇതേപോലെ ചലഞ്ചസ് ആയിട്ട് ഇനിയും വരും. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അമ്മ ബൈ പറഞ്ഞോ. Bye.